പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. പിന്നെ ഓർത്ത് ചെയ്യാമെന്നോർത്ത് ചെയ്യുന്നതാണ്. വേറെ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കണ്ടൻറ്റ്, ഒരു ഹെഡ്ലൈൻ കണ്ടു. അതിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മമ്മൂട്ടി ഇടുന്ന ഫോട്ടോ മോഹൻലാൽ ഇടുന്ന ഫോട്ടോയുടെ അത്ര വൈറലാകുന്നില്ല. എന്തുകൊണ്ട്? അതാണ് അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. അതായത് മമ്മൂക്ക ഫോട്ടോ ഇടുന്നത് പലതും മോഹൻലാൽ ഇടുന്ന ഫോട്ടോയുടെ അത്രയും വൈറലാകുന്നില്ല. അതായിരുന്നു അതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പം ആ വീഡിയോ ഇങ്ങനെ ഞാൻ ഒന്ന് കണ്ടപ്പോൾ അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആ ഫോട്ടോയുടെ താഴെ, അതായത് മമ്മൂക്ക ഇട്ടേക്കുന്ന ഫോട്ടോയുടെ താഴെയായിട്ട് ഒരു പയ്യനാന്ന് തോന്നുന്നു ഇത് ചെയ്തിട്ടുണ്ട്, ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മമ്മൂക്ക കുറേ ഫോട്ടോസുകൾ ഇടുന്നുള്ളത് കൊണ്ട് ആൾക്കാർ എപ്പോഴും കിട്ടുന്നതിനോട് ആൾക്കാർക്ക് അത്ര സമീപനം അതുപോലെ ആയിരിക്കുമെന്നും, അതേസമയം മോഹൻലാൽ ഫോട്ടോ ഇടുന്നത് വല്ലപ്പോഴും ആണ് എന്നും, അതുകൊണ്ട് മോഹൻലാലിൻ്റെ ഫോട്ടോ ഭയങ്കര വൈറലാകുന്നു എന്നായിരുന്നു അതിൻ്റെ ഇത്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഓർത്ത് അതുകൊണ്ടാണ്. അതായത് മമ്മൂക്ക ഭയങ്കര സ്റ്റൈലിഷായിട്ട് പല ലുക്കിൽ വരുന്ന ഫോട്ടോസൊക്കെ നോർമലി നമ്മൾ സോഷ്യൽ മീഡിയകളിലെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അത് വൈറലാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ ഇടുന്ന ഫോട്ടോ, ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഈയിടെ ഇട്ടൊരു ഫോട്ടോയെ ബേസ് ചെയ്താണ് ഇവരിത് പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നുമല്ല, ലാലേട്ടൻ ഒരു ഫംഗ്ഷന് പോയി ഒരു പച്ച ജുബ പോലത്തെ ലൈറ്റ് പച്ച പോലത്തെ ഒരു ജുബ പോലത്തെ അതൊക്കെ ഇട്ട് മീശയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ പിരിച്ചു വെച്ചുള്ളൊരു ഫോട്ടോ. അത് കൊടൂര വൈറലായിരുന്നില്ല. ലാലേട്ടൻ മീശ വെച്ചുള്ള അതായത് താടി കളഞ്ഞിട്ട് മീശ പിരിച്ചുള്ള ലാലേട്ടൻ്റെ ഫോട്ടോകളെല്ലാം തന്നെ വൈറലാണ്. പക്ഷേ ഇത് കൊടൂര വൈറലായിരുന്നു ആ ഒരു ഫോട്ടോ. അതുപോലെ മാരക ലുക്കിലുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. ഒപ്പം തന്നെ ആ ഒരു സമയത്തോട് തന്നെ മമ്മൂക്കയും ഒരു ഫോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫോട്ടോ അത്ര വൈറലായില്ല. പക്ഷേ ലാലേട്ടൻ്റെ ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറലായി. അതിനെ ബേസ് ചെയ്തായിരുന്നു ആ വീഡിയോ. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് മെയിൻ ചെയ്തിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് മമ്മൂക്ക ഇടയ്ക്കെല്ലാം ഇതുപോലെ ഫോട്ടോസ് ഇടുന്നുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കെല്ലാം കിട്ടുന്ന ഒരു ഇതായതുകൊണ്ടാണ് ആൾക്കാർ അത്ര ഇത് ചെയ്യാത്തത്. പക്ഷേ ലാലേട്ടൻ വല്ലപ്പോഴും മാത്രമേ ഇടുന്നുള്ളൂ, അതുകൊണ്ടാണ് കൊടൂര വൈറലാകുന്നത് എന്നാണ് ആ ഒരു കമൻറ്റ്. അപ്പോൾ അതിനെ സ്വാധീനിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ എനിക്ക് തോന്നി അങ്ങനെ തന്നെയാണ്. അതായത് മമ്മൂക്ക എത്ര സ്റ്റൈലിഷായിട്ട് പല ഇത് വരുമ്പോഴും നോർമലി ലാലേട്ടൻ്റെ ഫോട്ടോകളിൽ അത്ര വൈറലാകുന്നില്ല. അത് എപ്പോഴും ഇടുന്നതുകൊണ്ട് മാത്രമാണ്, അല്ല, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അതുകൊണ്ട് മാത്രമല്ല, കാരണം മലയാളികൾക്ക് ലാലേട്ടനോട് ഒരു സ്നേഹമുണ്ട്. അത് നോർമലി മമ്മൂക്കയെക്കാട്ടിലും മലയാളികൾ ആഘോഷിക്കപ്പെടുന്നത് ലാലേട്ടൻ എന്ന മോഹൻലാൽ എന്ന പേര് തന്നെയാണെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ മോഹൻലാൽ എത്ര ഫോട്ടോ ഇട്ടാലും, അല്ലെങ്കിൽ ഇനി എത്ര കാലയളവിൽ ഇട്ടെന്ന് പറഞ്ഞാലും മലയാളികൾക്ക് അത് കാണാൻ ഭയങ്കര താല്പര്യമാണ്. ഇവർ പറഞ്ഞനുസരിച്ച് മമ്മൂക്ക എപ്പോഴും ഫോട്ടോ ഇടുന്നുള്ളതുകൊണ്ട് ഒരു ഫോട്ടോ 2 ഫോട്ടോ തന്നെ, ഇത് പിന്നെ മമ്മൂക്കയുടെ എപ്പോഴും ഇടുന്ന ഫോട്ടോ അല്ലേ, അതുകൊണ്ട് ഇത് മാറ്റിയേക്കാം, അല്ലെങ്കിൽ ഇത്ര മതി എന്ന് ആൾക്കാർ ധരിക്കുക. പക്ഷേ ഇനി അങ്ങനെ ധരിച്ചാൽ പോലും ലാലേട്ടൻ എത്ര ഫോട്ടോ ഇട്ടാൽ പോലും ആൾക്കാർക്കത് മടുക്കില്ല. നമ്മൾ അതെല്ലാം ഇരുന്ന്, അതും മലയാളികൾക്ക് ലാലേട്ടനുള്ളൊരു സ്നേഹമാണ്. അതിനേക്കാൾ ഉപരി മമ്മൂക്ക എന്ന നടൻ മലയാളത്തിൽ ആഘോഷിക്കപ്പെടുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി മലയാളത്തിൽ ആഘോഷിക്കപ്പെടുന്ന നടൻ തന്നെയാണ് ലാലേട്ടൻ എന്നത് വേറൊരു സത്യം. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അല്ല, സത്യമല്ലേ? കാരണം മമ്മൂക്കയെക്കാട്ടിൽ എപ്പോഴും മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടിരുന്നത് ലാലേട്ടനെ തന്നെയാണ്. അതിപ്പം ലാലേട്ടൻ മമ്മൂക്ക നിൽക്കുമ്പോൾ ലാലേട്ടൻ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് ഒന്നാമൻ ആരാന്ന് ചോദിച്ചാൽ രണ്ടുപേരും കട്ടയ്ക്കെന്ന് പറഞ്ഞാൽ പോലും ഒരു പിടി എപ്പോഴും ലാലേട്ടൻ്റെ തട്ട് തന്നെയായിരിക്കും പൊങ്ങി നിൽക്കുന്നത്, അല്ലേ? താഴ്ന്നു നിൽക്കുന്നത്, പൊങ്ങി നിൽക്കുന്നത്, താഴ്ന്നു നിൽക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. ലാലേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ മിക്സഡ് അഭിപ്രായം വന്നാൽ പോലും ജനങ്ങൾ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറും. അത് ആഘോഷിക്കപ്പെടുകയാണ്. ലാലേട്ടൻ എന്ന നടനെ മലയാളിക്ക് എത്ര ഇഷ്ടമാണ്. പക്ഷേ മമ്മൂക്കയുടെ ഈ ഒരു കാലങ്ങളിൽ എത്രയോ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. നൻപകൽ നേരത്തെ മയക്കം, അങ്ങ് പിന്നെ വേറെ എന്തോ നമ്മുടെ ഒരു കൊലയാളിയായിട്ടുള്ള ഇതുണ്ട്, ഞാൻ സിനിമയുടെ പേര് പറഞ്ഞു. ഇതൊക്കെ നല്ല സിനിമകളാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടില്ല. പക്ഷേ ലാലേട്ടൻ ഈ തുടരുമെന്ന സിനിമ പോലും അത്ര ഹൈ ക്ലാസ് സിനിമയല്ല. പക്ഷേ അതിൻ്റെ അകത്ത് ലാലേട്ടനെ ആഘോഷിക്കപ്പെടുന്ന കുറേ സീനുകളും കാര്യങ്ങളും എല്ലാം ഉള്ളപ്പം അത് മലയാളികൾ അത് ഏറ്റെടുത്തു, അതുപോലെ തന്നെ ആഘോഷിച്ചു, അതുപോലെ തന്നെ കളക്ഷനും കിട്ടി. ഇതാണ്. അല്ലാതെ ലാലേട്ടൻ എപ്പോഴും ഫോട്ടോ ഇടുന്നില്ല, മമ്മൂക്ക എപ്പോഴും ഫോട്ടോ ഇടുന്നത്, അതുകൊണ്ടാണ് മമ്മൂക്ക വൈറലാകാത്തതെന്നുള്ളൊരു തട്ടുമുട്ട് ന്യായമായിട്ട് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. ലാലേട്ടൻ ഫാൻസോ മമ്മൂക്ക ഫാൻസ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.